Fernando. ¿Ah? ¿Qué sucede, tío? Siéntate. Lo siento, tío. Tengo que irme urgentemente. Hey, ¿qué te pasa? Vaya. Sorry, sir. ¿Por qué demonios no miras lo que haces? Has estropeado todos mis zapatos. Fernando, no. Idiota. Límpialos. Ahora. Ahora. Clean it. Now. Fernando, ¿esta no es la manera de tratar al servicio? Sorry, sir. No se preocupe. ¿Sabes jugar? ആരാ? You know how to play chess? നാട്ടിലെ ചാമ്പ്യൻ ക്ലബിലെ 3 times. Really? നോ റിയാലിറ്റി ഷോ, ഒള്ളി ക്ലബ്. Sit. Let's play. നോ. Sit. ഐ നോ സിറ്റിംഗ്. യു സിറ്റിംഗ്. മുതലാളിമാരുടെ മുമ്പില് ഞങ്ങൾ സർവൻസ് സ്റ്റാൻഡിങ്, ഇല്ലെങ്കിൽ സ്റ്റാൻഡ് വിട്ട് പോണ്ടി വരും. സ്റ്റാൻഡിങ് ആൻഡ് പ്ലേയിങ്. Sit. Sit, man. ആഹാ, എന്ത് നല്ല മനുഷ്യൻ. പുണ്യാളന്റെ രൂപം. രൂപക്കൂട്ടി കയറ്റിയിരുത്തി നൊവേന ചൊല്ലാൻ തോന്നുക. A jugar, coño. അപ്പൂപ്പ പാമ്പും കോളിയും കളിക്കാന്നോ? ചെസ് ബോർഡിലോ? അതെങ്ങനെ? Play. ഓ. Check. തൊഴിലാളിമാര് മുതലാളിമാരെ തോപ്പിക്കാൻ പാടില്ലെന്നാ അറിയാണ്ട് പറ്റിപ്പോയതാ. മറന്നു കളഞ്ഞേക്ക്. ഇതിവിടെ ഇരിക്കട്ടെ. No, 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 no. Charlie, no. I want to study your movements. അല്ല, എല്ലാം പഴയ പോലെ വെച്ച് Please, തരാം. show me again. സായിപ്പിനെ ഇനിയും തോൽപ്പിച്ച് Sit, ഇരിക്കാൻ please. നേരമില്ല. നോ 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 നോ. സായിപ്പിനെ ഇനിയും തോൽപ്പിച്ച് പണിയാളാൻ ഞാനില്ല. നോ വാക്കിംഗ്. അത് നടക്കില്ല. ഐ കിച്ചൺ അർജൻ വർക്ക്. യു ചോദിക്കും ഫുഡ്. അവിടെ നോ ഫുഡ്. അപ്പോഴോ മൈ ഫുഡ് എന്നേക്കുമായി ഗോൺ ഫുഡ്. ഗ്രാസിയാസ്. No, എന്റെ no, no, ഫുഡിൽ no, no, no. മണ്ണുവരിടാൻ ഞാനില്ല. Charlie. ബാറിനുള്ള അടുപ്പത്ത് വെച്ചേക്കാം. Nice movement. മരം കൊച്ചുന്ന തണുപ്പിൽ കിടുകിടാ വിറച്ചുകൊണ്ട് അവൾ ഐസ്ക്രീമിന് വേണ്ടി അലറി കരയുകയാണ്. കോച്ചിന് തണുപ്പിന് സ്കോച്ച് അല്ലേ നല്ലതെന്ന് അയാൾ പറഞ്ഞു. ആര് കേൾക്കാൻ? പിന്നെ കരണം പൊത്തി ഒറ്റയടിയായിരുന്നു. അടിച്ചത് അവളും അടി കൊണ്ടത് ഞാനും അല്ല അവനും. അവൻ അവളോട് കാല് പിടിച്ചപേക്ഷിച്ചു, ഇനി തല്ലരുതേ തല്ലരുതെന്ന്. എവിടെ
നിഷ്കരണം തല്ലുകയായിരുന്നു. അവസാനം കൈയടച്ച് അവൾ തന്നെ അടി നിർത്തി. നിന്നോട് നോവൽ എഴുതരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അയ്യോ മേനോൻ സാറേ, എന്റെ കൈ ഓടിക്കല്ലേ സാറേ, എന്റെ കൈ ഓടിക്കല്ലേ. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ നീ. ഇത് പുതിയ നോവല? അല്ല, ഇതൊരു ചെറുകഥയാണ്. ഇന്നലെ ഞാനും വൈഫോയിട്ടൊരു വഴക്കുണ്ടായി. അതിനെ ബേസ് ചെയ്തൊരു കഥയാണ്. കഥയുടെ പേര് കവിളിൽ ഒരു വെടിക്കെട്ട്. എഴുതുന്ന മേനോൻ സാർ എങ്ങനെ കണ്ട കൂട്ട വെടിക്കെട്ടെന്ന് പേരിടാം. സത്യം പറഞ്ഞ ശബ്ദം കേട്ടപ്പോ ശരിക്കും മേനോൻ സാറാണെന്ന് വിചാരിച്ചു. മിമിക്രി കൊണ്ടല്ലേ കുറെ കാലം അരിമേടിച്ചത്. ദൈവം തന്ന കല അവസാനിപ്പിക്കണ്ടെന്നതിൽ സങ്കടമുണ്ട്. പിന്നെ പപ്പേട്ടൻ എന്റെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ലല്ലോ. ഏയ്, എന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് മിമിക്രിയോട് പുച്ഛമാണ്. അനുകരണം ഒരു കലയാണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അരിക്കച്ചവടക്കാർ പലതും പറയും, സാഹിത്യകാരന്മാർ പറയില്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്കോവസ്കി എന്താണ് പറഞ്ഞത്? ദസ്തോസ്കി. ആ ദസ്തോസ്കി എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത് പറയൂ. വലിയ വലിയ ആൾക്കാർ അങ്ങനെ പലതും പറയും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. നീ ഒരു കാര്യം ചെയ്യും, ആ മേനോൻ സാറിന്റെ ശബ്ദം ഒന്നുകൂടെ പറ, ഞാനൊന്ന് കേട്ടെ. നിങ്ങൾ സാഹിത്യകാരന്മാർക്ക് ഞങ്ങൾ മിമിക്രിക്കാരെ പുച്ഛമല്ലേ? തൽക്കാലം കാണിക്കുന്നില്ല. എടാ, ഞങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും ഞങ്ങൾ രഹസ്യമായി ആസ്വദിച്ച് ചിരിക്കുന്നത് ഇത്തരം ഐറ്റങ്ങൾ കാണുമ്പോഴാണ്. എടാ, ബുദ്ധിജീവികൾ പരസ്യമായി ചിരിക്കാൻ പാടില്ല. എന്ത് തമാശ കേട്ടാലും പൈൽസ് പിടിച്ച മുഖഭാവത്തോടിരുന്നോണം. ദാ ഇങ്ങനെ, എന്നാലേ ബുദ്ധിജീവിയാവൂ. പപ്പേട്ടനറിയോ, മിമിക്രിയില് ഇതുവരെ ആരും ചെയ്യാത്തൊരായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കയറ്റിയിട്ട് അയാളുടെ ശബ്ദം ഓൺ ദ സ്പോട്ടിൽ ഞാൻ അനുകരിക്കായിരുന്നു. പോടാ, വെറുതെ പുളു പഠിക്കുന്നു. എന്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. വേണ്ട, പപ്പേന്റെ ശബ്ദം ഇപ്പൊ ഞാൻ അനുകരിച്ചു കാണിച്ചു. ഒരു സാഹിത്യകാരനായിട്ട് ഞാൻ ചോദിക്കുക, ഈ ദിസ്കോവസ്കി എന്ന ബ്രാൻഡ് നീ ഏത് ബാറിൽ നിന്നാണ് കഴിച്ചത്? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുക. എന്റെ ശബ്ദം ഒരു മെനക്കെട്ട ശബ്ദമായതുകൊണ്ട് പെട്ടെന്ന് അനുകരിക്കാൻ പറ്റും. നീ അത്ര മിടുക്കനാണെങ്കിൽ വേറെ ഒരാളുടെ ശബ്ദം ഞാൻ നിന്നോട് പറയാം. അത് നീ കൃത്യമായി അനുകരിച്ചാൽ നിന്നെ ഞാൻ സമ്മതിക്കാം. കാരണം അത് പെട്ടെന്ന് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശബ്ദമാണ്. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ സമയമെടുത്ത് നീ പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. കമീല, നീ എവിടെയാണ്? നിനക്കായി ഞാനിതാ ഒരു പ്രണയ സൗധം പണിതുയർത്തിയിരിക്കുന്നു. നിന്റെ വിരഹത്താലിതാ മേപ്പിൾ മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു, പൈൻ കാടുകൾ തേങ്ങുന്നു. കമീല, നീ എവിടെയാണ്? നക്ഷത്രക്കൂട്ടത്തിൽ നീ ഒളിച്ചിരുന്നാൽ നിന്റെ കണ്ണുകളെ എനിക്ക് തിരിച്ചറിയാനാവില്ല. നിലാവിൽ പാതിമുഖം നീ മറച്ചാൽ നിന്റെ പുഞ്ചിരിയും എനിക്ക് തിരിച്ചറിയാനാവില്ല. കമീല, നീ എവിടെയാണ്? നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ദേ, കമീല പോലും രാഹുൽ സാറാണെന്ന് വിചാരിച്ചു പോയി. പെർഫെക്റ്റ് സൗണ്ട്. ഇത് നമ്മുടെ ചാർലിയാ, വലിയ മിമിക്രി ആർട്ടിസ്റ്റാ. ഇവൻ നമ്മുടെ രാഹുൽ സാറിന്റെ ശബ്ദം അനുകരിച്ചതാ. കൊള്ളാടാ. ആ കുട്ടിക്ക് വിഷമയം തോന്നണു. ആദ്യമായിട്ടാ ഞാൻ മിമിക്രി കാണിച്ചിട്ട് ചിരിക്കാതെ ഒരാൾ കരഞ്ഞോണ്ട് പോണത്. അത് നീ പരിപാടി നടക്കുമ്പോ ഓഡിയൻസിനെ ശരിക്കും നോക്കാഞ്ഞിട്ടാ. ഇവിടെ തന്നെ ഉണ്ടാവല്ലോ അല്ലേ? വിമ്മോണ്ട് ഞാൻ പുട്ടുണ്ടാക്കി തരാവേ. കേറ്റാൻ വരണേ.